ഇടതുമുന്നണിയിലേക്ക് വരികയാണെങ്കിൽ സമാനമായ പ്രശ്നങ്ങൾ കണ്ണൂരിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോഴും ഈ വാർത്തകൾ ഇന്ന് കണ്ണൂരുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളൊന്നും വന്നിട്ടില്ല എന്നേ ഉള്ളൂ ഇടതുമുന്നണിയെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച്. പക്ഷേ കുഞ്ഞികൃഷ്ണനും PK ഗോവിന്ദനും അതുപോലെ G സുധാകരനും ഉന്നയിച്ച പ്രശ്നങ്ങളൊക്കെ അതുപോലെ നിലനിൽക്കുകയാണ്. അങ്ങയുടെ ജില്ലയിൽപ്പെട്ട G സുധാകരൻ എന്ന തലമുതിർന്ന നേതാവ് ഫേസ്ബുക്ക് തിരുത്തി രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. മൂന്നാമത് ഒരു സാധ്യത പിണറായിക്കില്ല എന്ന് G സുധാകരൻ പറയുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അവിടെയുണ്ടായ പ്രകമ്പനങ്ങളെ നിലയ്ക്ക് നിർത്താൻ CPM-ന് കഴിഞ്ഞിട്ടില്ല, ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല. കണ്ണൂരും ആലപ്പുഴയും ഒക്കെ എടുക്കുകയാണെങ്കിൽ കണ്ണൂരും ആലപ്പുഴയും പാലക്കാടും ഒക്കെ എടുത്തോളൂ. പക്ഷെ ഇത് പ്രകമ്പനമാണോ നീലിമ? ഇത് G സുധാകരൻ ഉന്നയിച്ചതും TK ഗോവിന്ദൻ ഉന്നയിച്ചതും P ശശി ഉന്നയിച്ചതും കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചതുമായ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് താങ്കൾ പറയുന്നു. അവിടെ നിൽക്കുന്നുവെന്ന് ഞാനും മുഖവിലേക്ക് എടുക്കുന്നു, വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. പക്ഷെ അതാത് പ്രദേശങ്ങളിലെ അല്ലെങ്കിൽ അതാത് നിയോജക മണ്ഡലങ്ങളിലെ മാത്രം പ്രശ്നങ്ങളായിട്ടാണ് അവർ ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നത്. അതല്ലാതെ CPM സംസ്ഥാന നേതൃത്വത്തിനെതിരായിട്ടോ CPM സംസ്ഥാന സർക്കാരിനെതിരായിട്ടോ ഉള്ള നിലപാടുകളുമായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളവരല്ല ഈ 4 പേരും എന്നുള്ളത് ശ്രദ്ധേയമാണ്. പക്ഷെ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങളുടെ മെറിറ്റ് അത് ജനങ്ങളുടെ മുമ്പിൽ അവർ വെച്ചിരിക്കുന്നു. ആ മെറിറ്റിനെ സംബന്ധിച്ച് വോട്ടർമാർ നിശ്ചയിക്കട്ടെ, അതിലൊന്നും ഞാൻ അഭിപ്രായം പറയുന്നുമില്ല. അവരുടെ കാര്യങ്ങൾക്ക് CPM-ന്റെ തന്നെ നേതാക്കൾ പലപ്പോഴായും മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പ്രശ്നം ഞാൻ പറയുന്നത്, അവരുന്നയിക്കുന്ന പ്രശ്നം ജനങ്ങളുടെ മുമ്പിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പ്രശ്നത്തിന്റെ മെറിറ്റിൽ ജനങ്ങൾ വോട്ടെടുപ്പ് ദിവസം തീരുമാനമെടുക്കുകയും ചെയ്യും. അതങ്ങനെ നിൽക്കട്ടെ. പക്ഷെ അതും കോൺഗ്രസിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളുമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെന്താണ് താരതമ്യം, എന്താണ് നിലമ, എന്ത് കമ്പാരിസൺ ആണ് നമുക്ക് കാണാൻ കഴിയുക? ഈ K സുധാകരനാണെങ്കിൽ, അതുപോലെ താങ്കൾ ഇപ്പൊ സൂചിപ്പിച്ച മറ്റു നേതാക്കൾ അടക്കമാണെന്നുണ്ടെങ്കിൽ, ഇത് കേരളത്തിലെ അവരുടെ ഏതെങ്കിലും മണ്ഡലത്തിലെ പ്രശ്നം മാത്രമായിട്ടല്ല അവരത് ഉന്നയിക്കുന്നതെന്ന് ഓർക്കണം. ശ്രീ എം ജയചന്ദ്രൻ, ഗോവിന്ദൻ ഉന്നയിച്ച വിഷയം, ശ്യാമളയെ ചൊല്ലി ഉന്നയിച്ച വിഷയമൊക്കെ സംസ്ഥാന സെക്രട്ടറിയുമായി നേരിട്ട് ബന്ധമുള്ളതാണ്. ഏത് സംസ്ഥാന സെക്രട്ടറി? ശ്യാമള എന്ന് പറഞ്ഞ നൂലക്കെട്ടറയ്ക്ക് സ്ഥാനാർത്ഥിയൊന്നും അല്ലെന്ന് താങ്കൾക്ക് അറിയില്ലേ? ഇപ്പൊ ഈ ചർച്ചയിലിരിക്കുന്ന എല്ലാവർക്കും അറിയില്ലേ? അവർ MV ഗോവിന്ദന്റെ ഭാര്യ ആയതുകൊണ്ട് അദ്ദേഹം ആ സീറ്റിൽ ഇനി മത്സരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് MV ഗോവിന്ദന്റെ ഭാര്യാപദം അലങ്കരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അവർക്ക് സീറ്റ് കൊടുത്തതാണെന്ന് ശത്രുക്കൾ പോലും പറയില്ല. എന്നിട്ടല്ലേ താങ്കൾ ഇങ്ങനെ പറയുന്നത്? പക്ഷേ ജില്ലാ സെക്രട്ടേറിയറ്റിൽ PK ശ്യാമളയ്ക്കൊപ്പം പരിഗണിച്ചിരുന്ന N സുകന്യ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. സുകന്യയുടെ പേര് മേൽത്തട്ടിലേക്ക് അയക്കാൻ പാർട്ടി തയ്യാറായില്ലല്ലോ, മേൽഘടകത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ലല്ലോ. താങ്കളുടെ ചോദ്യം എന്നോട് ചോദിച്ചു, അതിനെ മറുപടി പൂർത്തിയാക്കാൻ അനുവദിക്കൂ ദയവായി. പറയൂ. അപ്പൊ അത് PK ശ്യാമള എന്ന് പറയുന്ന ആള് അവർ എത്രയോ കാലമായി MV ഗോവിന്ദൻ എന്ന CPM ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി പൊളിറ്റ് ബ്യൂറോ മെമ്പറെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ അവർ CPM-ന്റെ പ്രവർത്തകയായിരുന്നു. ആർക്കാണത് അറിയാത്തത്? ഇപ്പൊ സുകന്യയെ സ്ഥാനാർത്ഥിയാക്കണമോ വേണ്ടയോ തീരുമാനിക്കാൻ CPM-ന് ഒരു പ്രോസസ് ഉണ്ട്. ഇത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉള്ളതുപോലെ തന്നെ CPM-ന് പ്രോസസ് ഉണ്ട്. അത് താഴെ നിന്ന് നിർദ്ദേശം വരും, അത് മുകളിൽ വരെ ചെല്ലും, അവിടുന്ന് വീണ്ടും തിരിച്ച് താഴേക്ക് വരും. അങ്ങനെയാണ് ആ പ്രോസസ്സ്. ആ ഡ്യൂ പ്രോസസ്സിലാണ് അത് സ്ഥാനാർത്ഥിയാവുന്നത്. അതല്ലാതെ താങ്കൾ പറഞ്ഞ സുകന്യയുടെ കാര്യത്തിൽ സുകന്യ ആരോടെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞോ? അതുപോലെയല്ല ഈ TK ഗോവിന്ദൻ പറയുന്നത്, അതുപോലെയല്ലല്ലോ. TK ഗോവിന്ദന് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ്, കുഞ്ഞികൃഷ്ണന്റെ പ്രശ്നം എന്താണ്, അവിടെ സീറ്റ് കിട്ടാത്തതാണ് പ്രശ്നം, എല്ലാവർക്കും അറിയും. ഞാൻ പറഞ്ഞത്, ഞാൻ അവരുന്നയിക്കുന്ന വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾ അവർ ഉന്നയിക്കുന്ന വിഷയത്തിന്റെ മെറിറ്റിൽ ജനങ്ങൾ വോട്ടർമാർ, അതത് മണ്ഡലങ്ങളിലെ വോട്ടർമാർ തീരുമാനിച്ചോട്ടെ. നമുക്ക് വോട്ടർമാർക്ക് വിടാം. എന്റെ ഒരു അഭിപ്രായത്തിന് മേൽ അക്കാര്യത്തിൽ നമ്മൾ ഈ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് അവർ വെച്ചിട്ടുള്ള അഭിപ്രായങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ മുഴുവനും അതത് മണ്ഡലങ്ങളിലെ വോട്ടർമാരായ ജനങ്ങളുടെ മുമ്പാകെ ഉണ്ട്. അതിന്മേലാണ് അവർ വോട്ടെടുപ്പ് ദിവസം തീരുമാനമെടുക്കുന്നത്. അത് അവർക്ക് വിടുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവർ ചെയ്തിട്ടുള്ള തെറ്റോ ശരിയോ എന്ന് നിശ്ചയിക്കാനും അതിന്മേൽ വിധിക്കാനും ഞാൻ ആളെ അല്ല.
അത് നമ്മൾ ആരുമല്ല, അത് ജനങ്ങളുടെ മുമ്പാകെയാണ് നിൽക്കുന്നത്. ആ വിഷയത്തിൽ അവർ ജഡ്ജ് ചെയ്യട്ടെ ജനങ്ങൾ. അത് തെറ്റ് ശരി അവർ മെറിറ്റിൽ തന്നെ തീരുമാനിക്കും. തെരഞ്ഞെടുപ്പ് കാലമാണ്, അപ്പോഴാണ് ഈ വിവാദങ്ങളൊക്കെ ഉയർന്നിരിക്കുന്നത്.